ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് 3 കൊല്ലത്തിൽ 700% റിട്ടേൺ നൽകിയിട്ടുള്ള 3 മാസത്തിൽ 108%, ഒരു മാസത്തിൽ 68%, ഒരു വീക്കിൽ 14% റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നോക്കുന്നത്. ഈ വീഡിയോ തീർച്ചയായിട്ടും ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഇത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനുള്ള റെക്കമെൻഡേഷനായിട്ട് കാണാതിരിക്കുക. കമ്പനിയുടെ പേര് ഗബ്രിയൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഹിസ്റ്റോറിക്കലായിട്ട് ചാർട്ടൊക്കെ അനലൈസ് ചെയ്തപ്പോൾ കുറേ കാലങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓട്ടോമോട്ടീവ് കസ്റ്റമർ സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗ്ലോബലി ഈ കമ്പനിക്ക് പ്രസൻസ് ഉണ്ട്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 15,560 CR ആണ്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1083 രൂപയിലാണ്. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ എന്ന് പറയുന്നത് 387 രൂപയാണ്. സ്റ്റോക്കിൻ്റെ P 73.4 ബുക്ക് വാല്യൂ 80 രൂപയാണ്. ഇതിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് 0.37%. ROEയിലേക്ക് നോക്കുമ്പോൾ 19.6% ROE ഉണ്ട്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1 രൂപ ഫേസ് വാല്യൂ ആണ്. ROCയിലേക്ക് നോക്കുമ്പോൾ 26.4% ROCയും കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡുകൾ നോക്കുമ്പോൾ കമ്പനി ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡിവിഡൻഡ് പേ ഔട്ട് 30% ഡിവിഡൻഡ് പേ ഔട്ടും കാണുന്നു. നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ബുക്ക് വാല്യൂവിൻ്റെ 13.4 ടൈംസ് മുകളിലായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതുപോലെ കമ്പയർഡ് സെഷനിൽ വരുമ്പോൾ ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലുള്ള കമ്പനികൾ വരെ കമ്പയർഡ് സെഷനിലുണ്ട്. ക്വാർട്ടർലി റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ 2022 ക്വാർട്ടർ മുതൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്രീനേഴ്സിൽ കയറി കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. സെയിൽസ് 2025 മാർച്ചിൽ 931. OPM എന്ന് പറയുന്നത് 9%. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 86. കഴിഞ്ഞ ക്വാർട്ടറിൽ 78. അതുപോലെ തന്നെ നമുക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ 54 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. പഴയ കാലങ്ങളിൽ പരിശോധിക്കുമ്പോൾ 27 കോടിയിൽ നിന്ന് 54 കോടിയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. EPS എന്ന് പറയുന്നത് 7.36. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഇയർലി പരിശോധിക്കുമ്പോൾ 2014 1278 CR ഉണ്ടായിരുന്ന സെയിൽസ് 2025 വന്നപ്പോൾ 3643 കോടിയുടെ സെയിൽസായിട്ട് ഉയർന്നിട്ടുണ്ട്. എക്സ്പെൻസും അതുപോലെ തന്നെ കഴിഞ്ഞ ഇയറിനെ അപേക്ഷിച്ച് ഉയർന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 322 CR ആണ് മാർച്ച് 2025. 2024 290 CR ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 212 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഇയറിൽ 185 കോടിയുടെ നെറ്റ് പ്രോഫിറ്റായിരുന്നു. 2012 മുതൽ 43, 60, അതുപോലെ 75, 85, 90 അങ്ങനെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇയറുകളെ കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് കൃത്യമായിട്ട് ഉയർന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. EPS എന്ന് പറയുന്നത് ഇയറിൽ നോക്കുമ്പോൾ 14.75. ഡിവിഡൻഡ് പേ ഔട്ട് 32% കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പൗണ്ടിങ് സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 10 കൊല്ലത്തിൽ 10%, 5 കൊല്ലത്തിലെ 14% കാണുന്നു. 3 ഇയറിൽ നോക്കുകയാണെങ്കിൽ 16% സെയിൽസ് ഗ്രോത്ത്. അതുപോലെ തന്നെ CAGR നോക്കുകയാണെങ്കിൽ 1 കൊല്ലത്തിൽ 120%, 3 കൊല്ലത്തിൽ 100% CAGR ഉണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് ഇയറിൽ 20%. അതുപോലെ ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ റിസർവേഴ്സ് എന്ന് പറയുന്നത് 1142 CR കാണാൻ സാധിക്കുന്നുണ്ട്. 2014 മുതൽ അവരുടെ റിസർവേഴ്സിൽ ഇൻക്രീസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കടങ്ങൾ ഡിക്രീസായി വരുന്നതാണ് കാണുന്നത്. 2014 66 CR ഉണ്ടായിരുന്ന കടം 2025 മാർച്ചിൽ വന്നപ്പോൾ 9 CRയിലേക്കാണ് കുറഞ്ഞിരിക്കുന്നത്. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റും കൂടി നോക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് 146 കോടിയാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് -101. പുറത്തോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്, എവിടെയോ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള. അതുപോലെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റിക്ക് -67. നെറ്റ് ക്യാഷ് ഫ്ലോ നെഗറ്റീവിലാണ് നിൽക്കുന്നത്. -21 CR ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഷെയർ ഹോൾഡിങ്ങിലേക്ക് നോക്കുമ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിങ്സ് എന്ന് പറയുന്നത് 55%. 50%-ന് മുകളിലായിട്ട് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 5.23% FIIs ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും 2022 മുതൽ FIIs ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ അവരുടെ ബൈയിങ് ഇൻക്രീസ് ചെയ്യുകയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ DIA 14.67%, DIAയും കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്ത് വരുന്ന സ്റ്റോക്കായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പബ്ലിക് 25%ആയിട്ടാണ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു.
തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടാണോ എന്ന് പോയി നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ കമ്പനിയെ പറ്റി സംബന്ധിക്കുന്ന ഈ നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നിന്ന് വാച്ച് ചെയ്യുക. നല്ല രീതിയിൽ മുകളിലേക്ക് പോയ സ്റ്റോക്കാണ്, നല്ല രീതിയിൽ റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്.